അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. എ ടെസ്റ്റ് വിച്ച് ഗിവ്സ് ഇൻഫോർമേഷൻ അബൌട്ട് പീപ്പിൾസ് ഡിഫിക്കൽട്ടീസ് ഇൻ എ ഗിവൺ ടോപ്പിക് ഈസ് കോൾഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ ഡിഫിക്കൽട്ടീസ്, പ്രശ്നങ്ങൾ, പരിമിതികൾ, പോരായ്മകൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ഇത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. അതായത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, പ്രോബ്ലംസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. എ ടീച്ചർ വിൽ കണ്ടക്ട് എ ടെസ്റ്റ് ഫോർ 10 to 15 minutes ഇൻ എ സബ്ജക്റ്റ് വിച്ച് ഹാസ് ഓൾറെഡി ടോട്ട്. ഓൾറെഡി പാഠഭാഗങ്ങൾ എടുത്ത് തീർത്തിട്ടുള്ള ഒരു വിഷയത്തിൽ എന്ത് ചെയ്യും, ഒരു ടീച്ചർക്ക് എന്ത് ചെയ്യാം, 10-15 മിനിറ്റുകൾ കൊണ്ട് എന്ത് ചെയ്യാം, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുവാൻ സാധിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ മേ ബി എയ്തർ ഷോർട്ട് ആൻസർ ഓർ ഒബ്ജക്റ്റീവ് ടൈപ്പ്. അതിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒന്നെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ വരുന്നത് ഈ പറയുന്ന പോലെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ്, മൾട്ടിപ്പിൾ ചോയ്സുകളുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാം. ഇതിലൂടെ ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ലേണിംഗ് പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ആഫ്റ്റർ അഡ്മിനിസ്റ്ററിങ് ദ ടെസ്റ്റ് പ്രിപ്പയർ ദ കീ ആൻഡ് വാല്യൂ ദ സ്ക്രിപ്റ്റ്. എന്ത് ചെയ്യണം, ആദ്യം ആ ടെസ്റ്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ആ ടെസ്റ്റിൻ്റെ കീ എന്ത് ചെയ്യണം, നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ എന്ത് ചെയ്യണം, ആ സ്ക്രിപ്റ്റിനെ വാല്യൂ ചെയ്യുകയും വേണം. പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ് ഓഫ് ദി പെർഫോമൻസ് ഓഫ് ദി ഈച്ച് സ്റ്റുഡൻറ്റ്. ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഓരോ ക്വസ്റ്റ്യൻ വൈസ് ആയിട്ടുള്ള പെർഫോമൻസ് എന്ത് ചെയ്യുക, എങ്ങനെയാണെന്ന് എന്ത് ചെയ്യണം, ഇവിടെ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ എന്ത് ചെയ്യണം, അസസ് ചെയ്യണം, അനലൈസ് ചെയ്യേണ്ട. അതായത് എന്ത് ചെയ്യണം, 10 ചോദ്യങ്ങളുണ്ടെങ്കിൽ 10 ചോദ്യങ്ങളിൽ ഓരോ ചോദ്യത്തിനോടും കുട്ടി എങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് കുട്ടിയുടെ ഓരോ ചോദ്യത്തിലുമുള്ള പെർഫോമൻസ് എന്ന് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യണം, അസസ് ചെയ്യപ്പെടണം. മാത്രമല്ല ഐഡൻറ്റിഫൈ ദ കോസ് ഓഫ് ഡിഫിക്കൽട്ടീസ് ഫോർ ഈച്ച് സ്റ്റുഡൻറ്റ്. ഓരോ കുട്ടിക്കും അനുഭവപ്പെടുന്നതായിട്ടുള്ള എന്ത് ചെയ്യുന്നു, കാരണങ്ങൾ എന്തെല്ലാമാണ്, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത്, ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്നത് എന്ന് എന്ത് ചെയ്യണം, ഇവിടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത്, ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തണം. പിന്നെയോ പ്ലാൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് എ റെമഡിയൽ പ്രോഗ്രാം. മാത്രമല്ല ഇങ്ങനെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികൾക്ക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ടീച്ചർ എന്ത് ചെയ്യണം, ഈ ലേണിംഗ് ഡിഫിക്കൽട്ടീസിനെ മറികടക്കുന്ന രീതിയിൽ, അതിനുള്ളൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, റെമഡിയൽ പ്രോഗ്രാംസിനെ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും വേണമെന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഘട്ടങ്ങളിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനെ കണ്ടക്ട് ചെയ്യുകയും അതിലൂടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസിനെ അഡ്രസ്സ് ചെയ്യുകയും ആ ലേണിംഗ് ഡിഫിക്കൽട്ടീസിന് എന്ത് ചെയ്യുക, സൊല്യൂഷൻ നൽകുന്ന റെമഡിയൽ പ്രോഗ്രാമുകൾ നടപ്പിലാക്കുകയും ചെയ്യാം. പിന്നെ സ്റ്റെപ്സ് ഇൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേതാണ് ക്ലാസിഫിക്കേഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സോർട്ടിംഗ് ഔട്ട് സ്റ്റുഡൻസ് ഹു ആർ അണ്ടർ അച്ചീവേഴ്സ് ഓർ ലോ അച്ചീവേഴ്സ് ഇൻ ദി ക്ലാസ് ഹു ആർ ഇൻ നീഡ് ഓഫ് റെമഡിയേഷൻ. എന്ത് ചെയ്യുക, ഒരു ക്ലാസ് റൂമിലുള്ള കുട്ടികളെ എന്ത് ചെയ്യുക, നമ്മൾ സോർട്ട് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, അണ്ടർ അച്ചീവേഴ്സ്, ലോ അച്ചീവേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുക, കുട്ടികളെ ക്ലാസിഫൈ ചെയ്യുക. അവർക്കാണ് എന്ത് ചെയ്യേണ്ടത്, റെമഡിയൽ ആക്ഷൻസ് ആവശ്യമായിട്ട് വരുന്നത്. അത്തരത്തിൽ റെമഡിയൽ ആക്ഷൻസ് ആവശ്യമായിട്ട് വരുന്ന ഒരു ക്ലാസ് റൂമിലുള്ള കുട്ടികളെ അണ്ടർ അച്ചീവേഴ്സ് എന്ന്, ലോ അച്ചീവേഴ്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ എന്താണ്, ഫൈൻഡിങ് ദി നാച്ചർ ഓഫ് ഡിഫിക്കൽട്ടീസ്. രണ്ടാമതായി പറയുന്നത് എന്താണ്, ഡിഫിക്കൽട്ടീസിനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഹിയർ ഡിഫിക്കൽട്ടീസ് ഹാവ് ബീൻ ഫൈൻഡഡ്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, യൂണിറ്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എക്സെട്ര ക്യാൻ ബി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. എന്ത് ചെയ്യുന്നു, ലേണിംഗ് ഡിഫിക്കൽട്ടീസിൻ്റെ സ്വഭാവം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അച്ചീവ്മെൻറ്റ് ടെസ്റ്റോ യൂണിറ്റ് ടെസ്റ്റോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതിലെന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ് നടത്തുന്നതിലൂടെ എന്ത് ചെയ്യാം, ലേണിംഗ് ഡിഫിക്കൽട്ടീസിനെ കണ്ടെത്തുവാൻ സാധിക്കും. പിന്നെയോ ഫൈൻഡിങ് ദ കോസ് ഓഫ് ഡിഫിക്കൽട്ടീസ്. മൂന്നാമതായി പറയുന്ന ഘട്ടം ഏതാണ്, ഫൈൻഡിങ് ദ കോസ് ഓഫ് ഡിഫിക്കൽട്ടീസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ, ഡയഗ്നോസിസിലെ പ്രധാനപ്പെട്ട സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ്. കാരണം എന്താ, ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, കോസ്, കാരണം, ലേണിംഗ് ഡിഫിക്കൽട്ടിയുടെ കാരണം എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. ടെസ്റ്റ് ഓൾവേസ് അപ്രൈസസ് ഓൺലി ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് products of learning and not the process of learning. They may fail where the breakdown in learning
but not reveal anything about the cause of it. These causes are generally complex in nature. അപ്പം ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ഇൻറ്റേർണൽ ആയിട്ടുള്ള കോസസ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള കോസസ് എന്തൊക്കെയാണ് എന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. അതായത് എന്ത് ചെയ്യുന്നു, ആപ്റ്റിറ്റ്യൂഡാണോ, ബേസിക് സ്കിൽസ് ആണോ, സ്റ്റഡി ഹാബിറ്റ്സ് ആണോ, ഫിസിക്കൽ ഫാക്ടേഴ്സ് ആണോ, ഇമോഷണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണോ എന്നൊക്കെ എന്ത് ചെയ്യുക, കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇൻ്റർവ്യൂസ്, ചെക്ക് ലിസ്റ്റ്, ക്വസ്റ്റ്യനെയർ തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഡയഗ്നോസിക്സിൽ എന്ത് ചെയ്യാം, നമുക്ക് കാരണങ്ങൾ കണ്ടെത്താം. അതിന് വേണ്ടി ഇൻ്റർവ്യൂ നടത്താം, ഒബ്സർവേഷൻ നടത്താം, അതുപോലെ ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കാം, ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കാം. ഇങ്ങനെ എന്ത് ചെയ്യാം, എന്തുകൊണ്ടാണ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്നത് എന്ന് അതിൻ്റെ കാരണം കണ്ടെത്താം. പിന്നെയോ പ്രൊവൈഡിങ് റെമഡിയൽ മെഷേഴ്സ്. അങ്ങനെ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, റെമഡിയൽ മെഷേഴ്സ് കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, റെമഡിയൽ ടീച്ചിങ് നൽകേണ്ടതായിട്ടുണ്ട്. സോ ഇത്തരത്തിൽ കുട്ടികൾക്ക് എന്തുണ്ട്, ചില ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ഓൾറെഡി എന്ത് ചെയ്തു, കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കാണണം. ഓക്കെ, റെമഡിയൽ ടീച്ചിങ്, റെമഡിയേഷൻ നൽകേണ്ടതുണ്ട്. ആഫ്റ്റർ ഐഡൻറ്റിഫൈയിങ് ദ കോസസ് ഓഫ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, ദ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് പ്ലാനിങ് ആൻഡ് അപ്ലൈയിങ് റെമഡിയൽ മെഷേഴ്സ്. റെമഡിയൽ മെഷേഴ്സ് നൽകുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ഓക്കെ, റെമഡിയൽ ടീച്ചിങ് നൽകാം, റീ ടീച്ചിങ് നൽകാം. ഓക്കെ, എപ്പോഴും റീ ടീച്ചിങ് ആവണമെന്നില്ല, മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. മോട്ടിവേഷൻ നൽകാം, ഇമോഷണൽ ഡിഫിക്കൽട്ടീസിനെ കറക്റ്റ് ചെയ്യാം, ഓവർകം അതർ ഡെഫിഷ്യൻസീസ്, അതിനൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ് റെമഡിയൽ ടീച്ചിങ് അല്ലെങ്കിൽ റെമഡിയേഷൻ്റെ ഭാഗമായിട്ട് പരിഹാരം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത്, ലേണിംഗ് ഡിഫിക്കൽട്ടീസിനുള്ള പരിഹാരം എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുക. കൗൺസിലിംഗ് നൽകുന്നതിലൂടെ, മോട്ടിവേഷൻ നൽകുന്നതിലൂടെ, സെപ്പറേറ്റ് ക്ലാസ്സുകൾ നൽകുന്നതിലൂടെ, ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതിലൂടെ ഒക്കെ എന്ത് ചെയ്യുക, കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മറികടക്കാം. പിന്നെയോ പ്രിവെൻറ്റിംഗ് ദ ഡിഫിക്കൽട്ടീസ് ഫ്രം ഒക്വറിങ്. ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്നതിന് എന്ത് ചെയ്യാം, തടയാം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എ പ്രോഗ്രാം ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് ഹെൽപ്പ് ദ ടീച്ചർ types of possible errors that are likely to occur in learning, their possible causes and the ways to preventing them future. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് പ്രോഗ്രാമിലൂടെ എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ഉള്ളത്, എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ, എങ്ങനെ അതിനെ മറികടക്കാം എന്നൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ടീസിനെ പ്രിവെൻറ്റ് ചെയ്യുവാൻ, ഭാവിയിൽ വീണ്ടും ഉണ്ടാകാതെ ഇരിക്കുവാൻ എന്ത് ചെയ്യുക, സഹായിക്കുവാൻ ഇത് ശ്രമിക്കുന്നുണ്ട്. പിന്നെയോ യൂസസ് ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫിക്കൽട്ടി ഇൻ ലേണിംഗ്. കുട്ടികൾക്ക് പഠനത്തിലുള്ള ഡിഫിക്കൽട്ടീസ്, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, കാരണങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, അത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഇറ്റ് പോയിൻ്റ് ഔട്ട് ദ ഇനാഡിക്വസീസ് ഇൻ സ്പെസിഫിക് സ്കിൽസ്. കുട്ടികളിൽ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള കഴിവുകളുടെ കുറവുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ അത് പോയിൻ്റ് ഔട്ട് ചെയ്യുവാൻ എന്ത് ചെയ്യാം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഉപയോഗിക്കാം. ചില കുട്ടികൾക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് കുറവായിരിക്കും, ഓക്കെ, ലേണിംഗ് ആറ്റിറ്റ്യൂഡ് കുറവായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ചില സ്കില്ലുകൾ, കാര്യങ്ങളൊക്കെ കുട്ടികളിൽ കുറവാണെങ്കിൽ അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്യുവാൻ എന്ത് ചെയ്യാം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഉപയോഗപ്പെടുത്താം. പിന്നെയോ ഇറ്റ് ലൊക്കേറ്റ്സ് ഏരിയ ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഈസ് റിക്വയർഡ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആവശ്യമുള്ള ഏരിയകൾ, ഏതെങ്കിലും പാഠഭാഗങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ എന്ത് ചെയ്യും, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെയോ ഇറ്റ് സെർവ് ആസ് ബേസിസ് ഫോർ ഇംപ്രൂവിങ് ടീച്ചിങ് മെത്തേഡ്. ടീച്ചിങ് മെത്തേഡിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഉള്ളൊരു ബേസിക് മെത്തേഡായിട്ട്, ബേസിസ് ആയിട്ട്, അടിസ്ഥാനമായിട്ട് എന്ത് ചെയ്യാം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളെ ഉപയോഗപ്പെടുത്താം. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടെസ്റ്റ്. ഓക്കെ, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടെസ്റ്റ്. ടെസ്റ്റിനെ എങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് എന്താണ് എന്നൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. എ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ഈസ് എ ടെസ്റ്റ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബ്രോഡ് സബ്ജക്റ്റ് മാറ്റർ ഓൺ പാർ വിത്ത് സിലബസ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർഡ് ബൈ എക്സ്പേർട്ട് ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് ടു മെനി സ്കൂൾസ് covering wide area and scoring procedures are called standardized test. ഈ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ടെസ്റ്റാണ് ബേസ്ഡ് ഓൺ സം ഒബ്ജക്റ്റീവ്സ്, ചില ലക്ഷ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഈ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. അതിന് കൃത്യമായ സ്റ്റാൻഡേർഡ് ഉണ്ടാവും, നിലവാരം ഉണ്ടാവും. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള, വളരെ വിശാലമായിട്ടുള്ള സബ്ജക്റ്റ് മാറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതായത് സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്
എന്ത് ചെയ്യുന്നു, വളരെ വിശാലമായിട്ടുള്ള സബ്ജക്റ്റ് മാറ്റേഴ്സ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ആർ പ്രിപ്പയർഡ് ബൈ എക്സ്പേർട്ടുകളാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. മാത്രമല്ല അഡ്മിനിസ്ട്രേഡ് ടു മെനി സ്കൂൾസ്, എന്ത് ചെയ്യുന്നു, ഒരു സ്കൂളിലല്ല എന്ത് ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് പെർഫോം ചെയ്യുന്നത്, മറിച്ച് എന്ത് ചെയ്യുന്നു ഒരുപാട് സ്കൂളുകളിൽ എന്ത് ചെയ്യാം, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ, അഡ്മിനിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ സ്കോറിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെ എന്തായിരിക്കും, കോമൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഫെയർ മെത്തേഡ് ബിക്കോസ് എവരി വൺ ഗെറ്റ്സ് ദ സെയിം ടെസ്റ്റ് ആൻഡ് ദ സെയിം ഗ്രേഡിംഗ് സിസ്റ്റം. ഇതൊരു വളരെ ഫെയർ ആയിട്ടുള്ള ജെന്യുവിൻ ആയിട്ടുള്ള ടെസ്റ്റ് മെത്തേഡാണ്. കാരണം എന്താണ്, ഇവിടെ എല്ലാവർക്കും ഒരേ ടെസ്റ്റാണ് ലഭിക്കുന്നത്, മാത്രമല്ല ഒരേ ഗ്രേഡിംഗ് സിസ്റ്റമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് സെയിം എൻവയോൺമെൻറ്റ് ഫോർ സെയിം ഓപ്പർച്യൂണിറ്റി ഫോർ ഒപ്റ്റിമം പെർഫോമൻസ് ഓൺ എ ടെസ്റ്റ്. ഒരു ടെസ്റ്റിൽ എന്ത് ചെയ്യുക, ഒരു ഒപ്റ്റിമം പെർഫോമൻസ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരേ എൻവയോൺമെൻറ്റിലുള്ള ഒരേ ഓപ്പർച്യൂണിറ്റിയോട് കൂടിയിട്ടുള്ളൊരു ടെസ്റ്റാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി എന്തെല്ലാം സ്റ്റെപ്പുകളാണ് ഒരു ടെസ്റ്റ് സ്റ്റാൻഡേർഡൈസേഷനുമായി ബന്ധപ്പെട്ടുള്ളത്? ഒരു ടെസ്റ്റിനെ നമുക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലവാരവൽക്കരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങൾ ഏതെല്ലാമാണ്? ഒന്നാമത്തേതാണ് ഡിഫൈനിങ് ദി ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഡിഫൈനിങ് ദി ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങളെ നിർവചിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. വൺസ് എ ഡിസിഷൻ ഈസ് മെയ്ഡ് ടു ഡെവലപ്പ് എ ടെസ്റ്റ്, ഇറ്റ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് ഓൺ ദി ബേസ് ഓഫ് ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഒരു ടെസ്റ്റ് എന്ത് ചെയ്യുക, കൺസ്ട്രക്റ്റ് ചെയ്യുവാൻ, ഒരു ടെസ്റ്റിനെ ഡെവലപ്പ് ചെയ്യുവാൻ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ ആ സമയത്ത് 3 ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായും ഇതിനു മുന്നിലേക്ക് വരുന്നത്. ഒന്നാമത്തേതാണ് ഹൂ വിൽ ടേക്ക് ദ ടെസ്റ്റ് ആൻഡ് ഫോർ വാട്ട് പർപ്പസ്. ആരാണ് ഈ ടെസ്റ്റ് നടത്തുക, അതുപോലെ എന്താണ് ഈ ടെസ്റ്റിൻ്റെ പർപ്പസ്. അതാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഡിഫൈൻ ചെയ്യപ്പെടേണ്ട ഒബ്ജക്റ്റീവ്സ്. പിന്നെയോ വാട്ട് സ്കിൽസ് ഓർ ഏരിയ ഓഫ് നോളജ് ഷുഡ് ബി ടെസ്റ്റഡ്. ഏത് സ്കില്ലിനെയാണ്, ഏത് കഴിവിനെയാണ്, അല്ലെങ്കിൽ ഏത് ഏരിയ ഓഫ് നോളജിനെയാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതാണെന്ത് രണ്ടാമതായിട്ട് വരുന്നത്. പിന്നെയോ വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഷുഡ് ബി ഇൻക്ലൂഡഡ്. എന്തെല്ലാം തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യേണ്ടത് ഈ ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കണം. ഹൗ മെനി ഈച്ച് ഓഫ് കൈൻഡ്, ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസും എത്രത്തോളം ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നും തീരുമാനിക്കണം. ഇതൊക്കെയാണ് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സിൽ സ്റ്റാൻഡേർഡൈസേഷൻ്റെ സ്റ്റെപ്പിൽ, ടെസ്റ്റ് സ്റ്റാൻഡേർഡൈസേഷൻ്റെ സ്റ്റെപ്പിൽ ഒന്നാമത്തെ ഡിഫൈനിങ് ദി ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്കതിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇത് ഹൗ ലോങ് ഷുഡ് ടെസ്റ്റ് ബി. എത്ര നേരത്തേക്ക് എന്ത് ചെയ്യാം നമുക്ക് ടെസ്റ്റ് നടത്താം, ടെസ്റ്റിൻ്റെ സമയം എത്രയാക്കാം, ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ. അതുപോലെ ഹൗ ഡിഫിക്കൽട്ട് ഷുഡ് ബി ദ ടെസ്റ്റ്. ടെസ്റ്റ് എത്രത്തോളം ഡിഫിക്കൽട്ട് ആവണം, അല്ലേ, നോർമൽ ആയിരിക്കണോ, മോഡറേറ്റ് ആയിരിക്കണോ, അല്ലെങ്കിൽ ഹൈ ഡിഫിക്കൽട്ട് ആയിരിക്കണം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം തീരുമാനിക്കാം. ആ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ടെസ്റ്റ് സ്റ്റാൻഡേർഡൈസേഷൻ്റെ. രണ്ടാമത്തേതാണ് ഐറ്റം ഡെവലപ്മെൻറ്റ്. The answers for the question in step 1 are completed with the help of expert. The item development includes. എന്ത് ചെയ്യുന്നു, ഒന്നാമത്തെ ഘട്ടത്തിലെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് എന്ത് ചെയ്യാം, എക്സ്പേർട്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഐറ്റം ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡ്സ്. ഐറ്റം ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്താണ്, ഡിഫൈനിങ് ടെസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻസ്. ഡിഫൈനിങ് ടെസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻസ്. എന്ത് ചെയ്യുക, ടെസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നും സ്പെസിഫിക്കേഷൻ എന്താണെന്നും നിർവചിക്കുക എന്നുള്ളതാണ് ഐറ്റം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സ്റ്റേജിൽ വരുന്നത്. പിന്നെയോ എൻഷുർ ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആർ അൺബയാസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെയോ ഡിറ്റർമൈനിങ് ദി ടെസ്റ്റ് ഫോർമാറ്റ് ഏതാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുക, അതായത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കുക. പിന്നെയോ കൺസിഡറിങ് ടെസ്റ്റ് മെറ്റീരിയലിനെ കൺസിഡർ ചെയ്യുക. അതുപോലെ റൈറ്റിംഗ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യുക, റൈറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഐറ്റം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് സ്റ്റാൻഡേർഡൈസേഷനിലെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. മൂന്നാമത്തേതാണ് റൈറ്റിംഗ് ആൻഡ് റിവ്യൂ ക്വസ്റ്റ്യൻസ്. ഈച്ച് ടെസ്റ്റ് ക്വസ്റ്റ്യൻ അണ്ടർഗോസ് ന്യൂമറസ് റിവ്യൂസ് ആൻഡ് റിവിഷൻ ടു എൻഷുർ ദാറ്റ് ഇറ്റ് ഈസ് ക്ലിയർ ആസ് പോസിബിൾ ദാറ്റ് ആസ് ഓൺലി വൺ കറക്റ്റ് ആൻസർ എമംഗ് ദി ഓപ്ഷൻസ് പ്രൊവൈഡഡ്. ഓരോ ക്വസ്റ്റ്യൻസിനെയും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുകയും റിവിഷൻ ചെയ്യുകയും ചെയ്യുക. അതിലൂടെ എന്ത് ചെയ്യുക, ഉറപ്പാക്കാൻ സാധിക്കണം ഒരു കറക്റ്റ് ആൻസർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ കൊടുത്ത ഓപ്ഷനുകളിലുള്ളൂ എന്ന് ഉറപ്പാക്കാൻ സാധിക്കണം. അറേഞ്ച് ദ ക്വസ്റ്റ്യൻസ് ഇൻ ഓർഡർ. ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യണം. പിന്നെയോ
സ്കോറിംഗ് ഗൈഡ്സ് ഫോർ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അതിന് സ്കോറിംഗ് ഗൈഡ്സ് നിർബന്ധമായിട്ടും കൊടുക്കണം. പ്രത്യേകിച്ച് ഷോർട്ട് റിട്ടേൺ ആൻസേഴ്സ് അല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യനുകളൊക്കെ ആണെങ്കിൽ. ഓക്കെ, അതാണ് റൈറ്റിംഗ് ആൻഡ് റിവ്യൂ ക്വസ്റ്റ്യൻസിൽ വരുന്നത്. അടുത്ത സ്റ്റെപ്പാണ് പ്രീ ടെസ്റ്റ്. 4ാമത്തെ സ്റ്റെപ്പാണ് പ്രീ ടെസ്റ്റ് എന്നറിയപ്പെടുന്നത് ടെസ്റ്റ് സ്റ്റാൻഡേർഡൈസേഷനിലെ. ആഫ്റ്റർ ദ ക്വസ്റ്റ്യൻ ഹാവ് ബീൻ റിട്ടൺ എനി റിവ്യൂഡ് മെനി ഓഫ് പ്രീ ടെസ്റ്റഡ് വിത്ത് സാമ്പിൾ ഗ്രൂപ്പ്. എന്ത് ചെയ്യും, പ്രീ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓൾറെഡി എന്ത് ചെയ്യുക, നമ്മൾ ഒരു ചെറിയ ഒരു ഗ്രൂപ്പിന്, ഒരു സാമ്പിൾ ഗ്രൂപ്പിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, സാമ്പിൾ ഗ്രൂപ്പിന് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. നമ്മൾ മെയിൻ സിമിലർ പോപ്പുലേഷൻ, അതായത് നമ്മൾ എവിടെയാണോ നമ്മൾ ഈ ടെസ്റ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് സമാനമായിട്ടുള്ള ഒരു പോപ്പുലേഷൻ, സിമിലർ പോപ്പുലേഷനിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രീ ടെസ്റ്റ് സംഘടിപ്പിക്കുന്നു. അങ്ങനെ പ്രീ ടെസ്റ്റ് സംഘടിപ്പിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, അതിൻ്റെ റിസൾട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ത്, ഡിഫിക്കൽട്ടി ഓഫ് ഈച്ച് ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ഡിഫിക്കൽട്ടി എത്രയാണെന്ന് കണ്ടെത്താൻ സാധിക്കും. പിന്നെയോ ക്വസ്റ്റ്യൻസ് വിച്ച് ആർ മിസ്ലീഡിങ് ചെയ്യുന്ന എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കും. പിന്നെയോ വാട്ട് ആർ ദ ക്വസ്റ്റ്യൻസ് ടു ബി റിവൈസ്ഡ് ഓർ എലിമിനേറ്റഡ്, ഏതെല്ലാം ക്വസ്റ്റ്യൻസിനെയാണ് റിവൈസ് ചെയ്യേണ്ടത്, എലിമിനേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുവാൻ എന്ത് ചെയ്യും, പ്രീ ടെസ്റ്റിലൂടെ എന്ത് ചെയ്യും, സാധിക്കും. പിന്നെയോ ഡിറ്റക്റ്റിംഗ് ആൻഡ് റിമൂവിങ് അൺഫെയർ ക്വസ്റ്റ്യൻസ്. ടു ബ്രിങ് ക്വാളിറ്റി ആൻഡ് ഫെയർനെസ്, trained reviewers carefully inspect each test question and test as a whole, and any inappropriate item, words or phrases contact are found, it will be eliminated. എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസിനെയൊക്കെ മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നു, റിവ്യൂ ചെയ്യും, കെയർഫുള്ളി ഇൻസ്പെക്ട് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, ടെസ്റ്റ് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒന്ന് ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതിനെയൊക്കെ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. റിമൂവിങ് ദ അൺഫെയർ ക്വസ്റ്റ്യൻസ് 5ാമത്തെ ഘട്ടം. 6ാമത്തെ ഘട്ടമാണ് ഇത് അസംബ്ലിംഗ് ദി ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. ആഫ്റ്റർ ദ ടെസ്റ്റ് ഈസ് അസംബിൾഡ്, ഇറ്റ് ഈസ് റിവ്യൂഡ് ബൈ അതർ സ്പെഷ്യലിസ്റ്റ് ആൻഡ് എക്സ്പേർട്ട്. ഈച്ച് റിവ്യൂവർ ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻസ് ആൻഡ് സബ്മിറ്റ് എ ലിസ്റ്റ് ഓഫ് കറക്റ്റ് ആൻസേഴ്സ്. എന്ത് ചെയ്യുന്നു, ഓരോ റിവ്യൂവറും എന്ത് ചെയ്യും, യഥാർത്ഥ ആൻസർ, ശരിയായ ഉത്തരങ്ങളെ എന്ത് ചെയ്യും, ആൻസർ ചെയ്യുകയും അതിനെ ഒരു കറക്റ്റ് ആൻസർ ലിസ്റ്റ് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. എനി ഡിസ്ക്രീപ്പൻസീസ് ആർ റിസോൾവ്ഡ് ബിഫോർ ദ ടെസ്റ്റ് ഈസ് അഡ്മിനിസ്ട്രേഡ്. ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എന്ത് ചെയ്യും, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെയോ ഓക്കെ, അതാണ് അതിൽ പറയുന്നത്. പിന്നെയോ ഓക്കെ, ദെൻ ടെസ്റ്റിംഗ് വെദർ ദ ക്വസ്റ്റ്യൻസ് ആർ ഫങ്ഷനിങ് പ്രോപ്പർലി ഈവൻ ആഫ്റ്റർ ദ ടെസ്റ്റ് ഹാസ് ബീൻ അഡ്മിനിസ്ട്രേഡ്. ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്തതിന് ശേഷവും എന്ത് ചെയ്യുക, ടെസ്റ്റ് ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യുക, ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതിന് ശേഷം, ഒരു ടെസ്റ്റ് നടത്തിയതിന് ശേഷവും എന്ത് ചെയ്യാറുണ്ട്, ടെസ്റ്റ് ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, ആ ടെസ്റ്റ് ക്വസ്റ്റ്യൻസിനെ എന്ത് ചെയ്യും, റിവ്യൂ ചെയ്യും. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യും എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, ടെസ്റ്റ് വെദർ ദ ക്വസ്റ്റ്യൻസ് ആർ ഫങ്ഷനിങ് പ്രോപ്പർലി. അപ്പോൾ ഒരു ടെസ്റ്റ് നടത്തിയതിന് ശേഷം എന്ത് ചെയ്യും, ആ ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ശരിയായ രീതിയിലാണോ ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും, ടെസ്റ്റ് ചെയ്യപ്പെടും, ചെക്ക് ചെയ്യപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതൊക്കെ എന്താണ്, ഒരു ടെസ്റ്റിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിലവാരവൽക്കരണത്തിലേക്ക്, ഒരു നിലവാരത്തിലേക്ക് ഒരു ടെസ്റ്റിനെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടവയാണ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ടെസ്റ്റ് സ്റ്റാൻഡേർഡൈസേഷൻ ഓർ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്. ഒന്നാമതായിട്ട് പറയുന്നു, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് പ്രൊവൈഡ്സ് ഓവർവ്യൂ ഓഫ് വാട്ട് സ്റ്റുഡൻറ്റ് ഷുഡ് നോ അറ്റ് എ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്. ഒരു നിശ്ചിത നിലവാരത്തിൽ കുട്ടികൾക്ക് എന്ത് കാര്യമാണ് അറിയുക എന്ന് ഓവർവ്യൂ ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, ഈ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റുകൾ ഉപയോഗപ്പെടുത്താം. പിന്നെയോ ടീച്ചേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ വാട്ട് സ്റ്റുഡൻസ് ഷുഡ് നോ ആൻഡ് ദേ വർക്ക് ഹാർഡ് ടു ബിങ് സ്റ്റാൻഡേർഡ്. എന്ത് ചെയ്യും, ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കും, ടീച്ചേഴ്സ് അക്കൗണ്ടബിൾ ആണ് കുട്ടികൾക്ക് എന്ത് അറിയാമെന്നുള്ളതിനെക്കുറിച്ച്. എന്ത് ചെയ്യണം, ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, കുട്ടികളുടെ സ്റ്റാൻഡേർഡിനെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പ്രവർത്തിക്കേണ്ടതായിട്ട് ഉണ്ട്. പിന്നെയോ ദ റിസൾട്ട് ആർ കൺസിഡേർഡ് മോർ റിലയബിൾ ഇൻ മെഷറിങ് സ്റ്റുഡൻസ് പെർഫോമൻസ്. എന്ത് ചെയ്യുന്നു, കുട്ടികളുടെ സ്റ്റുഡൻസിൻ്റെ റിസൾട്ടിനെ മെഷർ ചെയ്യുന്നതിൽ എന്താണ്, ഈ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ റിലയബിളാണ്, വിശ്വാസയോഗ്യമാണ് എന്ന് പറയുന്നു. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അതിൽ നിന്നുണ്ടാകുന്ന ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ, അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, റിലയബിൾ ആയിരിക്കും. പിന്നെയോ ലെസ് ടൈം ആൻഡ് ഈസി ടു അഡ്മിനിസ്റ്റർ. വളരെ കുറഞ്ഞ സമയം മതി എളുപ്പത്തിൽ എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഇത്, ഈ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെയോ ഡിസ്അഡ്വാൻറ്റേജസ്. എന്തെല്ലാമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിൻ്റെ പോരായ്മകളായിട്ട് പറയുന്നത്. Many teachers become fearful of poor test result and spend more time teaching to the test rather than
ഫോക്കസിങ് ഓൺ ക്വാളിറ്റി ഓഫ് ടീച്ചിങ്. ഭൂരിഭാഗം ടീച്ചേഴ്സും എന്ത് ചെയ്യുന്നു, ഈ ടെസ്റ്റ് റിസൾട്ട് മോശമാകുന്നതിനെ പേടിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, കൂടുതൽ സമയവും ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് അവർ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അല്ലാതെ എന്ത് ചെയ്യുന്നു, അവിടെ ക്വാളിറ്റി ഓഫ് ടീച്ചിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. എക്സാമിന് പരീക്ഷ എഴുതിയിട്ട് കുട്ടികൾ പാസ്സാവുക എന്നുള്ളതിന് മാത്രമാണ് പ്രാധാന്യം. അല്ലാതെ ടീച്ചിങ്ങിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുവാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല ടീച്ചേഴ്സ്. കാരണം റിസൾട്ട് മോശമാകുമെന്ന് ഉള്ള പേടി കൊണ്ട്. പിന്നെയോ ടെസ്റ്റ് മെയിൻ കണ്ടെയ്ൻ ബയാസസ്. എന്ത് ചെയ്യാം, ടെസ്റ്റിൽ എന്ത് ചെയ്യാം, ബയാസ്, പക്ഷപാതങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെയോ ദ ടെസ്റ്റ് ഡു നോട്ട് റിയലി അസസ് സ്കിൽസ് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് ദി ചിൽഡ്രൻ. കുട്ടികളുടെ അവരുടേതായിട്ടുള്ള സ്പെസിഫിക് സ്കിൽസിനെയും അവരുടെ ബിഹേവിയേഴ്സിനെയും ഒന്നും അസസ് ചെയ്യുവാൻ, കൃത്യമായി അളക്കുവാൻ എന്ത് ചെയ്യുക, ഈ പറയുന്ന ടെസ്റ്റുകൾ, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റുകൾ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗപ്പെടുത്തുന്നില്ല. പിന്നെയോ ഇറ്റ് മേക്സ് ഗ്രേറ്റ് സ്ട്രെസ് ഓൺ ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ദീസ് കൈൻഡ് ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ക്രിയേറ്റ് സ്ട്രെസ് ഓൺ ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. കുട്ടികളിലും അതുപോലെ തന്നെ അധ്യാപകരിലും എന്ത് ചെയ്യുന്നു, സ്ട്രെസ്സ് വർദ്ധിപ്പിക്കുവാൻ എന്ത് ചെയ്യുന്നു, ഇത് കാരണമാകുന്നുണ്ട്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങൾ, ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നമ്മൾ നടത്തുന്നത്, അതുപോലെ എന്തെല്ലാം പ്രിൻസിപ്പിൾസാണ് ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കണം. According to Dwyer, any test that measures the achievements of an individual after a period of training or learning is called an achievement test. Achievement test എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? Any test that measures the achievements of an individual after a period of training and learning. ഒരു നിശ്ചിത കാലയളവിൽ ഉണ്ടായിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെയോ ലേണിങ്ങിൻ്റെയോ ശേഷം ഒരു ഇൻഡിവിജ്വൽ എന്ത് അച്ചീവ്മെൻ്റ് ആണ് നേടിയിട്ടുള്ളത് എന്ന് മെഷർ ചെയ്യുന്നതാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റുകൾ ഉപയോഗപ്പെടുത്തുന്നത്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇൻ മെഷറിംഗ് വൺസ് നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, സ്കിൽസ് ഇൻ സ്പെസിഫിക് സബ്ജക്റ്റ്. ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു വ്യക്തിക്കുള്ള നോളജ്, അതുപോലെ അയാളുടെ അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ സ്കിൽസ്, ഇവയെല്ലാം മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ഇത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഉണ്ടാകുന്ന ലേണിങ്, ട്രെയിനിങ്, ഇതിന് ശേഷം നടത്തപ്പെടുന്ന ഒരു ടെസ്റ്റാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ലേണിംഗ് പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എത്രത്തോളം ഒരു ലേണർ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. യൂണിറ്റ് ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, ടെർമിനൽ എക്സാമിനേഷൻ എക്സെട്ര ആർ ഓൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. യൂണിറ്റ് ടെസ്റ്റ്, ഒരു യൂണിറ്റ് പാഠഭാഗം, ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നടത്തുന്ന ടെസ്റ്റ്, അതെന്താണ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണ്. അതുപോലെ മന്ത്ലി ടെസ്റ്റ്, ഓരോ മാസത്തിലും എന്ത് ചെയ്യുന്നു, നടത്തുന്ന ടെസ്റ്റുകൾ, മന്ത്ലി ടെസ്റ്റ് ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണ്. ടെർമിനൽ എക്സാമിനേഷൻസ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണ്. പിന്നെ ഇറ്റ് പ്രൊവൈഡ് നെസസറി ഫീഡ്ബാക്ക് ഫോർ സ്റ്റുഡൻസ് ആൻഡ് ലേണർ. സ്റ്റുഡൻസിനും ലേണേഴ്സിനും ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ പ്രൊവൈഡ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിലൂടെ സാധിക്കുന്നു. ഇനി സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. പ്രധാനമായും 4 ഘട്ടങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, പ്ലാനിംഗ് എ ടെസ്റ്റ്. രണ്ടാമത്തേത് പ്രിപ്പറേഷൻ ഓഫ് ടെസ്റ്റ് ഡിസൈൻ. തേർഡ് വൺ പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിൻ്റ്. നാലാമത്തേത് ഐറ്റം റൈറ്റിംഗ്. ഇങ്ങനെ 4 ഘട്ടങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റിനെ കൺസ്ട്രക്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നത്. ഒന്നാമത്തേതാണ് പ്ലാനിംഗ് ദി ടെസ്റ്റ്. അതിൽ പറയുന്നതാണെന്ത്, ഫസ്റ്റ് ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ ആൻഡ് പ്ലാൻ വാട്ട് ടു ബി ടെസ്റ്റഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ആദ്യം എന്ത് ചെയ്യണം, ഒബ്ജക്റ്റീവ്സ്, സബ്ജക്റ്റ് മാറ്ററുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സിനെ ഡിഫൈൻ ചെയ്യണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. വാട്ട് ടു ടെസ്റ്റ്, എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അക്കോർഡിംഗ് ടു ഇമ്പോർട്ടൻസ്, പ്രാധാന്യത്തിനനുസരിച്ചുകൊണ്ട് എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പ്ലാൻ ചെയ്യുന്നതാണ് ഒന്നാമത്തെ ഘട്ടം. അക്കോർഡിംഗ് ടു ദ ഡ്യൂറേഷൻ, ടോട്ടൽ മാർക്സ് എക്സെട്ര ഐറ്റംസ് ടെസ്റ്റ് ഷുഡ് ബി പ്രിപ്പയർഡ്. എന്ത് ചെയ്യണം, എത്ര ഡ്യൂറേഷനാണ്, എത്ര ടോട്ടൽ മാർക്ക് വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്ലാനിങ് ഓഫ് ദ ടെസ്റ്റ്, പ്ലാനിങ് എ ടെസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്താണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെയോ പ്രിപ്പറേഷൻ ഓഫ് ദി ടെസ്റ്റ് ഡിസൈൻ. ടെസ്റ്റ് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുക, തയ്യാറാക്കുക.
ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡറിങ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ടെസ്റ്റ് ഡിസൈൻ. ഒരു ടെസ്റ്റ് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? നിരവധി ഫാക്ടേഴ്സ്, നിരവധി ഘടകങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പരിഗണിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തേതാണ് വെയിറ്റേജ് ടു ഒബ്ജക്റ്റീവ്സ്, രണ്ടാമത്തേതാണ് വെയിറ്റേജ് ടു കണ്ടൻറ്റ്, മൂന്നാമത്തേതാണ് വെയിറ്റേജ് ടു ഫോം ക്വസ്റ്റ്യൻസ്, അതുപോലെ നാലാമത്തേതാണ് വെയിറ്റേജ് ടു ഡിഫിക്കൽട്ടി ലെവൽ. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ്സിന് നമ്മൾ വെയിറ്റേജ്, അതായത് നിരവധി ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഓരോ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനും അതിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? വെയിറ്റേജ് ഇവിടെ കൊടുക്കേണ്ടതുണ്ട്, ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ കൊടുക്കേണ്ടതുണ്ട്. പിന്നെയോ വെയിറ്റേജ് ടു കണ്ടൻറ്റ്, ഒരുപാട് കണ്ടൻറ്റ് ഉള്ളടക്കം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, മെറ്റീരിയലുണ്ട്. ഈ കണ്ടൻറ്റിന് എന്ത് ചെയ്യണം? നമ്മൾ വെയിറ്റേജ് കൊടുക്കണം. ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിരിക്കണം? ആ കണ്ടൻറ്റിന് വെയിറ്റേജ് കൊടുക്കുന്ന രൂപത്തിലായിരിക്കണം. അതായത് 10 യൂണിറ്റ് ഉണ്ടെങ്കിൽ 10 യൂണിറ്റിൽ നിന്നും എന്ത് ചെയ്യണം? അതിൻ്റെ ഇമ്പോർട്ടൻസിനനുസരിച്ച് കൊണ്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ എന്ത് ചെയ്യണം? ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ കൊടുക്കണം. പിന്നെയോ വെയിറ്റേജ് ടു ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്, വ്യത്യസ്തമായിട്ടുള്ള ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനെന്ത് ചെയ്യണം? വെയിറ്റേജ് കൊടുക്കണം. ആ ചോദ്യങ്ങൾ അതിൻ്റെ വെയിറ്റേജിനനുസരിച്ച്, പ്രപ്പോർഷൻ അനുസരിച്ച് ഉൾപ്പെടുത്തണം. പിന്നെ വെയിറ്റേജ് ടു ഡിഫിക്കൽട്ടി ലെവൽ, ഡിഫിക്കൽട്ടി ലെവലിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? വെയിറ്റേജിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യമായി വെയിറ്റേജ് ടു ഒബ്ജക്റ്റീവ്സ്. In a written test, we can only measure the cognitive domain and in sometimes psychomotor domain. It is also true that all subjects do not contain different learning objectives. എല്ലാ സബ്ജക്റ്റിലും എന്തില്ല? ഡിഫറെൻറ്റ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. Therefore, it must be planned how much weightage is to be given to different instructional objectives. എന്ത് ചെയ്യണം? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതിനെന്ത് ചെയ്യണം? നമ്മൾ എന്ത് കൊടുക്കണം? മതിയായ വെയിറ്റേജ് എന്ത് ചെയ്യണം? കൊടുക്കേണ്ടതുണ്ട്. നമ്മളെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന്, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന് അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? വെയിറ്റേജ് എന്ത് ചെയ്യണം? അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വെയിറ്റേജ് ടു ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലിക്കേഷൻ, സ്കില്ല്. ഓക്കെ, അതിന് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കാണാം നോളജ് ഒബ്ജക്റ്റീവുമായി ബന്ധപ്പെട്ട് 3 മാർക്കിൻ്റെ ചോദ്യം, അണ്ടർസ്റ്റാൻഡിങ് ഒബ്ജക്റ്റീവുമായി ബന്ധപ്പെട്ട് 10 മാർക്കിൻ്റെ ചോദ്യം, അപ്ലിക്കേഷൻ ലെവലിലുള്ള 5 മാർക്ക് ചോദ്യം, സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള 2 മാർക്കിൻ്റെ ചോദ്യം. സോ നോളജ് ലെവലിൽ ഉള്ളതിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ്? വെയിറ്റേജ് എത്രയാണ്? 15%. അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ 50%, അപ്ലിക്കേഷൻ ലെവലിലുള്ളത് 25%, സ്കില്ല് എത്രയാണ്? 10%. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒബ്ജക്റ്റീവ്സിന് വെയിറ്റേജ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണം അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. പിന്നെ വെയിറ്റേജ് ടു കണ്ടൻറ്റ്, നമ്മളെ കണ്ടൻറ്റ് ഉള്ളടക്കത്തിന് എന്ത് ചെയ്യണം? ആനുപാതികമായിട്ട്, പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മളൊരു ഒരുപാട് ലെസൺസ് ഉണ്ടെങ്കിൽ ആ ലെസൺസിനൊക്കെ എന്ത് ചെയ്യാം? അതിനനുസരിച്ചുള്ള ഒരു വെയിറ്റേജ്, അതിന് എത്ര വെയിറ്റേജ് ആണോ കൊടുക്കേണ്ടത്, ഇമ്പോർട്ടൻസ് ആണോ കൊടുക്കേണ്ടത്, അതിനനുസരിച്ചുള്ള കണ്ടൻറ്റിന് വെയിറ്റേജ് എന്ത് ചെയ്യണം? ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ കൊടുക്കേണ്ടതുണ്ട്. ദിസ് ഇൻഡിക്കേറ്റ് ദ വേരിയസ് ടൈപ്സ് ഓഫ് കണ്ടൻറ്റ് ടു ബി ടെസ്റ്റഡ് ആൻഡ് വെയിറ്റേജ് ഈസ് ടു ബി ഗിവൺ ടു ഇമ്പോർട്ടൻസ് ഓഫ് ദി കണ്ടൻറ്റ്. കണ്ടൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യണം? ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള ഒരു വെയിറ്റേജ് നൽകണം. ഇവിടെ കാണാം കണ്ടൻറ്റ് ലെസൺ 1. ഓക്കെ, 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്, 30% വരുന്നത്. ലെസൺ 2 9 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്, 45% അത് വരുന്നത്. ലെസൺ 3 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്, 25%. ദാറ്റ് മീൻസ് ഓരോന്നിനും, ഓരോ കണ്ടൻറ്റിനും, ഓരോ ലെസണിനും എന്ത് ചെയ്യണം? അതിന് ഇമ്പോർട്ടൻസിനനുസരിച്ചുള്ള വെയിറ്റേജ് എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെയോ വെയിറ്റേജ് ടു ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്, വ്യത്യസ്തമായിട്ടുള്ള ഫോം ഓഫ് ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യുന്നു? ഇവിടെ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ പാറ്റേൺസ് അവൈലബിൾ ആണ്. അതിനെന്ത് ചെയ്യുക? വെയിറ്റേജ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. സോ ദിസ് ഇൻഡിക്കേറ്റ് ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടെസ്റ്റ് ആൻഡ് വെയിറ്റേജ് ടു ഗിവൺ ഫോർ ദി ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്. എന്ത് ചെയ്യുക? ഫോം ഓഫ് ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യുക? ഇവിടെ വെയിറ്റേജ് എത്രയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വെയിറ്റേജ് ടു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതിൽ പറയുന്നു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് 5 മാർക്ക്, അതായത് 25% എന്ത് ചെയ്യുന്നു? വെയിറ്റേജ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് നൽകിയിരിക്കുന്നു. പിന്നെയോ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിന് 10 മാർക്ക്, അതായത് 50% വെയിറ്റേജ് നൽകിയിരിക്കുന്നു. അതുപോലെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്തിരിക്കുന്നു? 25%, അതായത് 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നൽകിയിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യാം? നമുക്ക് ഫോം ഓഫ് ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യാം? വെയിറ്റേജ് നൽകാം. പിന്നീട് വരുന്നതാണ് വെയിറ്റേജ് ടു ഡിഫിക്കൽട്ടി ലെവൽ.
ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യാം, വെയിറ്റേജ് നൽകാം. ദ ടീച്ചർ ഹാസ് ടു സെലക്ട് ദ ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ് ടു ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഫോർ ഹൂം ഇറ്റ് ഈസ് ഡിസൈൻഡ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആരിലാണ് നമ്മളൊരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നത് എന്ന് നമ്മൾ ആദ്യം പരിഗണിക്കണം. സോ അവിടെ ലേണേഴ്സിൻ്റെ ലേണിംഗ് എബിലിറ്റീസ് നമ്മൾ പരിഗണിക്കണം, ലേണിംഗ് ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ് ഒക്കെ പരിഗണിക്കണം. അതിനനുസരിച്ച് കൊണ്ട് ആ കുട്ടികളുടെ ലെവൽ, അവരുടെ ലെവൽ എത്രത്തോളം, ലേണിംഗ് ലെവൽ എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ടീച്ചർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ ഒക്കെ സെലക്ട് ചെയ്യേണ്ടത്. കുട്ടികളുടെ ലെവലിനനുസരിച്ച് കൊണ്ട്, ലേണിംഗ് ലെവലിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യണം, ടീച്ചർ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണം. ഡിഫിക്കൽട്ടി ലെവലിൽ എന്ത് ചെയ്യണം, ടീച്ചർ വെയിറ്റേജ് കൊടുക്കണം. മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ ഷുഡ് ബി ഓൺ ആവറേജ് ലെവൽ. ഭൂരിഭാഗം ചോദ്യങ്ങളും സാധാരണ രീതിയിൽ എങ്ങനെയാണ് വരിക, ഒരു ശരാശരി വിദ്യാർത്ഥിക്ക് ഉത്തരം എഴുതാൻ സാധിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ സാധാരണയായി വരിക. ഫ്യൂ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഫോർ ചലഞ്ചിങ് ദി ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്. എന്ത് ചെയ്യുന്നു, ചില ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും, അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തും. എന്തിനു വേണ്ടിയിട്ടാണ്, ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഒന്ന് ചാലഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ വെയിറ്റേജ് ടു ഡിഫിക്കൽട്ട് ലെവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. എന്ത് ചെയ്യുന്നു, ടോട്ടൽ മാർക്കും അതിൻ്റെ വെയിറ്റേജും വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസിൻ്റെ തലങ്ങൾക്കനുസരിച്ച് കൊണ്ട്, ഡിഫിക്കൽട്ടി ലെവൽസിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ കൊടുത്തിരിക്കുന്നു. അതായത് ആദ്യം ഈസി ലെവൽ. ഓക്കെ, ഈസി ലെവൽ ക്വസ്റ്റ്യൻസ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ഇവിടെ അറിയാം, 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നു, അത് 40%. അതുപോലെ ആവറേജ് ലെവൽ, ഒരു ശരാശരി ലെവലിലുള്ളത് എന്ത് ചെയ്തിരിക്കുന്നു, ഇവിടെ 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 40%. അതുപോലെ ഡിഫിക്കൽട്ടി ലെവൽ എന്ത് ചെയ്യുന്നു, 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 20%. ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നു, ടോട്ടലായിട്ട് കൊടുത്തിരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് കൊണ്ട്, വെയിറ്റേജിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്യുവാൻ സാധിക്കും. പിന്നീട് വരുന്നതാണ്, ഇതിൻ്റെ ഒരു ഘട്ടത്തിന് ശേഷമാണ്, ഡിസൈനിങ്ങിന് ശേഷമാണ് അടുത്ത ഘട്ടമാണ് ഇത്, പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ദ ടെസ്റ്റ് ഈസ് preparation of a blueprint. The teacher asked to take the decision regarding the content, form of questions, difficulty level of test and items weightage allotted to each objective. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഉൾപ്പെടുന്നുണ്ട്. ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽസ്, അതുപോലെ ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പ്, അതുപോലെ ലെസൺസ്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ഒരു ടെസ്റ്റ് ബ്ലൂ പ്രിൻ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അതിലെന്ത് ചെയ്യുക, നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും, മനസ്സിലാവും ഓരോ ലെസൺസിൽ നിന്നും എത്ര ചോദ്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു, ഓരോ ലെസൺസിൽ നിന്നും എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു, ഓരോ ലെസൺസിൽ നിന്നും എത്ര ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലൂ പ്രിൻ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ, അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ ബ്ലൂ പ്രിൻ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നീട് ഈ ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ ക്വസ്റ്റ്യൻസ് എഴുതുകയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അടുത്താണ് ഐറ്റം റൈറ്റിംഗ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഐറ്റം റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഐറ്റം റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ബ്ലൂ പ്രിൻ്റിലുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പേപ്പറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. മാച്ചിങ് ദ ടെസ്റ്റ് ഐറ്റംസ് വിത്ത് ദ ലേണിംഗ് ഔട്ട്കംസ്. ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താ, ടെസ്റ്റ് ഐറ്റംസിനെ എന്ത് ചെയ്യുക, ലേണിംഗ് ഔട്ട്കംസുമായിട്ട് എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക. സെലക്ട് മോസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഐറ്റത്തിന് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. പ്രിപ്പയറിംഗ് ടെസ്റ്റ് ഐറ്റംസ് വിച്ച് ആർ പ്രോപ്പർലി ഡിഫിക്കൽട്ടി ലെവൽ, പ്രോപ്പറായിട്ടുള്ള ഡിഫിക്കൽട്ടി ലെവലിലുള്ള ടെസ്റ്റ് ഐറ്റംസുകൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അവോയ്ഡിങ് ഓൾ പോസിബിൾ ബാരിയേഴ്സ് ഇൻ ടെസ്റ്റ് ഐറ്റംസ്. ടെസ്റ്റ് ഐറ്റംസിലുള്ള എല്ലാ പോസിബിൾ ബാരിയേഴ്സിനെയും എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അവോയ്ഡ് പ്രൊവൈഡിങ് എനി ക്ലൂസ് ഓൺ ആൻസേഴ്സ്. ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിൻ്റെ ക്ലൂസ് എന്ത് ചെയ്യുക, ചോദ്യത്തിൽ തന്നെ നൽകുന്നത് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് അഞ്ചാമത്തെ അല്ലെങ്കിൽ ഈ അവസാനത്തെ ഐറ്റം റൈറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഘട്ടങ്ങളിലൂടെ 4 ഘട്ടങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്കൊരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റിനെ എന്ത് ചെയ്യാൻ സാധിക്കുക, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അടുത്തതാണ് ബ്ലൂ പ്രിൻ്റ് ആൻഡ് ക്വസ്റ്റ്യൻ പാറ്റേൺ. സോ ഇതിൽ പ്രധാനപ്പെട്ടതാണ് പ്രിപ്പറേഷൻ ഓഫ് എ ബ്ലൂ പ്രിൻ്റ്. ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ദി ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ഈസ് പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിൻ്റ്. ഒരു ടെസ്റ്റ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്, ബ്ലൂ പ്രിൻ്റ് പ്രിപ്പറേഷനാണ്. ഓക്കെ, ദ ടീച്ചർ ഹാസ് ടു ടേക്ക് ഡിസിഷൻ റിഗാർഡിംഗ് ദ സെലക്ഷൻ ഓഫ് കണ്ടൻറ്റഡ് ടൈം, ഡ്യൂറേഷൻ,
form of question and the difficulty level of the test items and weightage allotted to the objectives etc. in preparing a question paper. അപ്പോൾ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം? ടീച്ചർ നിരവധി കാര്യങ്ങൾ ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സെലക്ഷൻ ഓഫ് ദി കണ്ടൻറ്റ്. ഓക്കെ, ദ ടീച്ചർ ഹാസ് ടു ടേക്ക് ഡിസിഷൻ റിഗാർഡിംഗ് ദി സെലക്ഷൻ ഓഫ് കണ്ടൻറ്റ്, ടൈം ഡ്യൂറേഷൻ ഓഫ് ദി ടെസ്റ്റ്, form of question included in the test, the difficulty level of the test items and weightage allotted to the objectives etc. should consider in preparing a question paper. That is known as blueprint. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്ലൂ പ്രിൻ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നു? ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കണ്ടൻറ്റിനെ സെലക്ട് ചെയ്യുന്നത്, ടൈം ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുന്നത്, ഫോം ഓഫ് ക്വസ്റ്റ്യൻസിനെ സെലക്ട് ചെയ്യുന്നത്, ഡിഫിക്കൽട്ടി ലെവലിനെ സെറ്റ് ചെയ്യുന്നത്, വെയിറ്റേജ് ഒബ്ജക്റ്റീവിനുള്ള വെയിറ്റേജ് അലോട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് വിളിക്കാം? ബ്ലൂ പ്രിൻ്റ് ഓഫ് എ ടെസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് വിളിക്കാം. ഒരു ടെസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കുവാൻ സാധിക്കും. ഇനി യൂസസ് ഓഫ് ബ്ലൂ പ്രിൻ്റ് ഇൻ ടെസ്റ്റ് കൺസ്ട്രക്ഷൻ. ഒരു ടെസ്റ്റ് കൺസ്ട്രക്ഷനിൽ എന്ത് ചെയ്യുന്നു? ബ്ലൂ പ്രിൻറ്റിൻ്റെ ആവശ്യകത എന്താണ്? ഉപയോഗം എന്താണ്? അതിലൊന്ന് പറയുന്നു, ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ കണ്ടൻറ് വാലിഡിറ്റി ഓഫ് ദ ടെസ്റ്റ്. ഒരു ടെസ്റ്റിൻ്റെ കണ്ടൻറ് വാലിഡിറ്റി ഇംപ്രൂവ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു? ബ്ലൂ പ്രിൻറ്റിലൂടെ സഹായിക്കുന്നു. ഒരു ബ്ലൂ പ്രിൻറ്റ് ഓൾറെഡി ഉണ്ടാക്കുന്നതിലൂടെ എന്ത് ചെയ്യാം? ഒരു ടെസ്റ്റിൻ്റെ കണ്ടൻറ്റിൻ്റെ വാലിഡിറ്റി എന്ത് ചെയ്യാം? ഉറപ്പാക്കാം. വാലിഡിറ്റി എന്ന് പറയുമ്പോൾ റെപ്പിറ്റേറ്റീവായിട്ട് വന്നാലും ആ റിസൾട്ട് സെയിം ആകുന്ന ഒരവസ്ഥ എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും. പിന്നെയോ ഡിഫൈൻസ് ആസ് ക്ലിയർലി ആസ് പോസിബിൾ ദ സ്കോപ്പ് ആൻഡ് എംഫസിസ് ഓഫ് ദി ടെസ്റ്റ്. ഒരു ടെസ്റ്റിൻ്റെ പ്രാധാന്യവും ഒരു ടെസ്റ്റിൻ്റെ സ്കോപ്പും ഒക്കെ എന്ത് ചെയ്യുക? ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഡിഫൈൻ ചെയ്യുവാൻ എന്ത് ചെയ്യും? ഈ ബ്ലൂ പ്രിൻറ്റിലൂടെ സാധിക്കും. ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ ആ ടെസ്റ്റിൻ്റെ എന്ത് ചെയ്യുന്നു? പ്രാധാന്യവും അതിൻ്റെ സ്കോപ്പ്, സാധ്യതകളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യുവാൻ, നിർവചിക്കുവാൻ ഒരു ബ്ലൂ പ്രിൻറ്റിൻ്റെ സഹായത്തോടു കൂടി സാധിക്കും. അപ്പോൾ ഒരു ബ്ലൂ പ്രിൻറ്റ്, ഒരു ടെസ്റ്റിൻ്റെ ബ്ലൂ പ്രിൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് മനസ്സിലാവും എത്ര ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്തെല്ലാം കണ്ടൻറ്റുകളുണ്ട്, ഓരോ കണ്ടൻറ്റിനും എത്ര പ്രാധാന്യം കൊടുത്തിരിക്കുന്നു, ഓരോ യൂണിറ്റ് വൈസ് എത്ര പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ടെസ്റ്റിൻ്റെ പ്രാധാന്യത്തെയും സാധ്യതകളെയും കൃത്യമായി മനസ്സിലാക്കുവാൻ, നിർവചിക്കുവാൻ ഒരു ബ്ലൂ പ്രിൻറ്റിനെ കൊണ്ട് സാധിക്കും. പിന്നെയോ give greater assurance that the test will measuring learning outcomes and course content in a balanced manner. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മാനറിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു ലേണിംഗ് ഔട്ട്കംസിനെ മെഷർ ചെയ്യുന്നത്, കോഴ്സ് കണ്ടൻറ്റിനെ മെഷർ ചെയ്യുന്നതെന്ന്, ടെസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കുവാൻ എന്ത് ചെയ്യും? ഇതിലൂടെ സാധിക്കും. പിന്നെയോ ഈച്ച് ഐറ്റം ഡസ് മെഷർ ആൻ ഇമ്പോർട്ടൻറ്റ് ലേണിംഗ് ഔട്ട്കം ഇൻക്ലൂഡഡ് ഇൻ ദി ടേബിൾ ഓഫ് സ്പെസിഫിക്കേഷൻ. എന്ത് ചെയ്യുന്നു? ഓരോ ഐറ്റത്തിനും എന്ത് ചെയ്യുക? ഓരോ ലേണിംഗ് ഔട്ട്കംസിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ടേബിൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ളതിനെ കൃത്യമായി മെഷർ ചെയ്യാൻ സാധിക്കും. പിന്നെയോ ഈച്ച് ഐറ്റം ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഫ്രീ ഫ്രം ഓവർലാപ്പിംഗ്. ഇവിടെ ഒരു ബ്ലൂ പ്രിൻറ്റിലുള്ള ഏതൊരു ഐറ്റവും ആ ഐറ്റം ഇൻഡിപെൻഡൻ്റ് ആണ്, സ്വതന്ത്രമാണ്, ഫ്രീ ഫ്രം ഓവർലാപ്പിംഗ്. അതൊരിക്കലും എന്ത് ചെയ്യില്ല? ഓവർലാപ്പ് ചെയ്യുന്നില്ല. ഓരോന്നും, ഓരോ കണ്ടൻറ്റും, ഓരോ ഐറ്റവും ബ്ലൂ പ്രിൻറ്റിൽ അടങ്ങിയിട്ടുള്ളത് എന്താണ്? അത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയുന്നു. പിന്നെ അടുത്തതാണ് സ്റ്റെപ്സ്. ഓക്കെ, സ്റ്റെപ്സാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നു. ബ്ലൂ പ്രിൻറ്റുമായി ബന്ധപ്പെട്ട സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സുകൾ ഏതൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവ എഴുതി വെക്കാം. ഒന്നാമത്തേതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ആൻഡ് അലോട്ടിംഗ് വെയിറ്റേജ്. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഐഡൻറ്റിഫൈ ദ ഒബ്ജക്റ്റീവ്സ്, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ഐഡൻറ്റിഫൈ ദ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് അസൈനിങ് സം വെയിറ്റേജ് ഫോർ ദി ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവുകൾ ഏതെല്ലാമാണെന്ന്, ഒരു ടോപ്പിക്ക്, ഒരു കണ്ടൻറ്റ്, ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അതിനെന്ത് ചെയ്യുക? അതിൻ്റെ പ്രാധാന്യത്തിന്, ഇമ്പോർട്ടൻസിനനുസരിച്ചുള്ള വെയിറ്റേജ് നൽകുക. ഒന്നാമത്തെ ഘട്ടം. ഓക്കെ, നോളജ് ഒബ്ജക്റ്റീവ് ആണെങ്കിൽ 20%, ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. അണ്ടർസ്റ്റാൻഡിങ് ഒബ്ജക്റ്റീവ് ആണെങ്കിൽ 40%, അപ്ലിക്കേഷൻ ഒബ്ജക്റ്റീവ് ആണെങ്കിൽ 30%, സ്കിൽ ഒബ്ജക്റ്റീവ് ആണെങ്കിൽ 10%. ഇങ്ങനെ എന്ത് ചെയ്യാം? കൃത്യമായി പ്രപ്പോർഷനേറ്റ് ആയിട്ട് വെയിറ്റേജിലൂടെ എന്ത് ചെയ്യാം? നമുക്ക് ഓരോ ഒബ്ജക്റ്റീവിനെയും എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യാനും അതിന് ഓരോ ഒബ്ജക്റ്റീവിനും വെയിറ്റേജ് അലോട്ട് ചെയ്യുവാനും സാധിക്കും. പിന്നെയോ വെയിറ്റേജ് ടു കണ്ടൻറ്റ്, ഓരോ ഉള്ളടക്കത്തിനും എന്ത് ചെയ്യുക? അതിനനുസരിച്ചുള്ള പ്രാധാന്യം, വെയിറ്റേജ് നൽകുക. The teacher has to give due weightage to the syllabus of the test, prose, poetry, grammar, etc. നമ്മൾ ഏത് വിഷയമാണോ ആ വിഷയങ്ങളിൽ ഓരോ കണ്ടൻറ്റുകൾ ഉണ്ടാവും. പ്രോസ് ഉണ്ടാവും, പോയട്രി ഉണ്ടാവും, ഗ്രാമർ ഉണ്ടാവും, ഇംഗ്ലീഷ് ആണെങ്കിൽ. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? സിലബസിലുള്ള കണ്ടൻറ്റിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? അതിന് വെയിറ്റേജ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെയോ ഡ്യൂറേഷൻ ആൻഡ് മാർക്സ്.
according to the content, duration of the test and the total marks to be allotted. കണ്ടൻറ്റിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യണം, ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ എത്രത്തോളം വേണമെന്നും എത്ര മാർക്കിനാണ് എക്സാം നടക്കേണ്ടതെന്നും ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. പിന്നെയോ വെയിറ്റേജ് ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ക്വസ്റ്റ്യൻസ്. വ്യത്യസ്തമായിട്ടുള്ള ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഈസി ടൈപ്പ്, പാരഗ്രാഫ് ടൈപ്പ്, ഷോർട്ട് ആൻസർ ടൈപ്പ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. So, the teacher has to decide different form of questions and their numbers while preparing a blueprint. ഒരു ബ്ലൂ പ്രിൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ടീച്ചർ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഡിഫറെൻറ്റ് ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടെസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് തീരുമാനിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ എണ്ണം എത്രയായിരിക്കണം എന്നും തീരുമാനിക്കണം. അതാണ് വെയിറ്റേജ് ടു ഡിഫറെൻറ്റ് ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്. അടുത്തതാണ് വെയിറ്റേജ് ടു ഡിഫിക്കൽട്ടി ലെവൽ. ഡിഫിക്കൽട്ടി ലെവലിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, വെയിറ്റേജ് നൽകുക. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾക്ക് അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിനനുസരിച്ച് എന്ത് ചെയ്യുക, വെയിറ്റേജ് നൽകുക. ഫോർ എക്സാമ്പിൾ, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് 30%, ആവറേജ് ക്വസ്റ്റ്യൻസ് 40%, ഈസി ക്വസ്റ്റ്യൻസ് 30%. ഇങ്ങനെ എന്ത് ചെയ്യുക, നമുക്ക് ഡിഫിക്കൽട്ടി ലെവലിനനുസരിച്ച് എന്ത് ചെയ്യുക, നമുക്ക് വെയിറ്റേജ് കൊടുക്കുവാൻ സാധിക്കും. പിന്നെയോ then arranging the items. After the final selection of the items, they are ready to be assembled into a test. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ടെസ്റ്റിനെ അസംബിൾ ചെയ്യുവാൻ റെഡിയാണ്. ഓക്കെ, ഓൾ ഐറ്റംസ് ഓൺ ദി സെയിം ടൈപ്പ് ആർ ഗ്രൂപ്പ്ഡ് ടുഗെദർ. ഒരേ ടൈപ്പായിട്ടുള്ള എല്ലാ ഐറ്റംസിനെയും എന്ത് ചെയ്യണം, ഒരു ഗ്രൂപ്പിലാണ് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. The item should be arranged in order to the increasing difficulty. ഡിഫിക്കൽട്ടി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ഐറ്റത്തിനെ അറേഞ്ച് ചെയ്യേണ്ടത്. പിന്നെയോ ഇറ്റ് ഈസ് ബെറ്റർ ടു കമ്പൈൻ ഗ്രൂപ്പ് ഐറ്റംസ് വിച്ച് മെഷർ ദ സെയിം ഔട്ട്കംസ് ഓർ സെയിം സബ്ജക്റ്റ് മാറ്റർ. സെയിം സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ സെയിം ഔട്ട്കംസിനെ മെഷർ ചെയ്യുന്ന ഐറ്റംസിനെ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ഐറ്റംസിനെ കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഒബ്ജക്റ്റീവ് ഓർ കണ്ടൻറ്റ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ഓർ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ ലെസൺ 1 എന്ത് ചെയ്യുന്നു, നോളജ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിൽ എന്ത് ചെയ്യുന്നു, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് 2 എണ്ണം. ഓക്കെ, അതുപോലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ 2 എണ്ണം. അതിൻ്റെ മാർക്ക് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ എന്ത് ചെയ്യുന്നു, ലെസൺ 1 എത്ര ചോദ്യങ്ങൾ, അപ്ലിക്കേഷൻ ലെവലിൽ എത്ര, അതിൻ്റെ മൊത്തം മാർക്കുകൾ എത്ര. ഓക്കെ, ടോട്ടൽ മാർക്ക് അവിടെ കൊടുത്തിരിക്കുന്നു. ഓരോ ലെസണിൻ്റെയും ടോട്ടൽ മാർക്കുകൾ എത്രയാണെന്ന് അവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ടോട്ടലായിട്ട് എത്ര മാർക്ക് വരുന്നുണ്ട്. അതുപോലെ നോളജ് ഒബ്ജക്റ്റീവിൽ എത്ര മാർക്കാണ്, 10 മാർക്ക്. അണ്ടർസ്റ്റാൻഡിങ് ഒബ്ജക്റ്റീവിൽ 20 മാർക്ക്. അപ്ലിക്കേഷൻ ലെവലിൽ എന്ത് ചെയ്യുക, 15 മാർക്ക്. ഇങ്ങനെ ഇതാണ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. ഈ ബ്ലൂ പ്രിൻ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആർക്കും എന്ത് ചെയ്യാം, പിന്നെ ആ ക്വസ്റ്റ്യൻസിനെ എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ക്വസ്റ്റ്യൻസിനെ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യുവാൻ സാധിക്കും. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ. സോ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആർ അവൈലബിൾ വൈൽ കൺസ്ട്രക്റ്റിംഗ് എ ടെസ്റ്റ്. ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺസ്, ക്വസ്റ്റ്യൻ പാറ്റേൺസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി നോക്കാം. എ റിട്ടൺ ടെസ്റ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ നമ്പർ ഓഫ് ടെസ്റ്റ് ഐറ്റംസ്. ഒരു റിട്ടൺ ടെസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, അവിടെ നമ്പർ ഓഫ് ടെസ്റ്റ് ഐറ്റംസ് എന്ത് ചെയ്യും, ഒരുപാടുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു റിട്ടൺ ടെസ്റ്റിന് നമ്മൾ കമ്പോസ് ചെയ്യുന്നത്. ഐറ്റംസ് ഡിഫർ ഓൺ ദ ബേസ് ഓഫ് ടൈപ്പ് ഓഫ് റെസ്പോൺസ് ദേ ഇൻവോൾവ്ഡ്. ഓരോ നമ്പർ ഓഫ് ഐറ്റംസിനെയും ടെസ്റ്റ് ഐറ്റത്തിനെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കും. ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് റെസ്പോൺസിൻ്റെ ടൈപ്പിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഓരോ ടെസ്റ്റ് ഐറ്റത്തിനെയും നമുക്ക് എന്ത് ചെയ്യാം, തരംതിരിക്കാൻ സാധിക്കും. ദർ ആർ 2 കാറ്റഗറി ഓഫ് ടെസ്റ്റ് ഐറ്റംസ്. പ്രധാനമായും 2 കാറ്റഗറിയിലുള്ള ടെസ്റ്റ് ഐറ്റംസുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നിലവിലുള്ളത് പ്രധാനമായിട്ടുള്ള കാറ്റഗറി. ഒന്ന് ഫ്രീ റെസ്പോൺസ് ടൈപ്പാണ്. ഫ്രീ റെസ്പോൺസ് ടൈപ്പ് വേർ ദ റെസ്പോണ്ടൻസ് ഹാവ് ഫ്രീഡം ടു റെസ്പോണ്ട് ഇൻ ഹിസ് ഓൺ വേ. ഇവിടെ എന്ത് ചെയ്യുന്നു, റെസ്പോണ്ടൻസിന് എന്ത് ചെയ്യുന്നു, ഒരു സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, അവർക്കിവിടെ ഉത്തരം എഴുതുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ് ആണ് ഫ്രീ റെസ്പോൺസ് ടൈപ്പ് ഐറ്റംസ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ഫിക്സഡ് റെസ്പോൺസ് ടൈപ്പാണ് മറ്റൊന്ന്. അതായത് റെസ്പോണ്ടൻസ് ഡു നോട്ട് ഹാവ് ദിസ് ഫ്രീഡം. എന്ത് ചെയ്യുന്നു, ഇവിടെ റെസ്പോണ്ടൻസിന് എന്തില്ല, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുവാനുള്ളൊരു ഫ്രീഡം ഇല്ല. ഫ്രീ റെസ്പോൺസ് ടൈപ്പിന് എക്സാമ്പിളാണ് പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ, കമൻറ്റ് ചെയ്യാനുള്ള, ജസ്റ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അതേസമയം ഫിക്സഡ് റെസ്പോൺസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നറിയപ്പെടുന്നത്. അവിടെ 3-4 ഓപ്ഷൻസ് ഉണ്ടാവും, 2-4 ഓപ്ഷനുകൾ ഉണ്ടാവും. അതിലുള്ള ഉത്തരങ്ങൾ സെലക്ട് ചെയ്യുക എന്നല്ലാതെ അവരുടേതായിട്ടുള്ള ഒരു റെസ്പോൺസ് നൽകുവാനുള്ളൊരു ഫ്രീഡം അവിടെ ഉണ്ടായിരിക്കില്ല. ഇനി
എന്തെല്ലാം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പാറ്റേൺ ആണല്ലോ പറയുന്നത്, എന്തെല്ലാം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്, ടൈപ്പ് ക്വസ്റ്റ്യൻ ഐറ്റംസ് ആണുള്ളത് നോക്കാം. ഒന്നാമത്തേതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഐറ്റംസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഐറ്റംസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേതാണ് കംപ്ലീഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ. എ ടെസ്റ്റ് ഐറ്റം വിച്ച് റിക്വയർസ് ദ എക്സാമിനി ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഈസ് കോൾഡ് കംപ്ലീഷൻ ടൈപ്പ് ഐറ്റം. ഇവിടെ എന്ത് ചെയ്യുന്നു, ഇതൊരു ടെസ്റ്റ് ഐറ്റമാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, എക്സാമിനി എന്ത് ചെയ്യണം, ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിൽ എന്ത് ചെയ്യണം, റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ത് ചെയ്യണം, എഴുതേണ്ടതായിട്ട് വരുന്നതാണ് കംപ്ലീഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നരേന്ദ്രമോദി ഈസ് ദ ഡാഷ് ഓഫ് ഇന്ത്യ. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഡാഷ്, അവിടെ ഒരു സ്പേസ് തന്നിട്ടുണ്ട്, ബ്ലാങ്ക് സ്പേസ് തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് എഴുതണം. അതാണ് കംപ്ലീഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ പറയുന്നത്. സോ എക്സാമിനി നീഡ് ടു ഫിൽ ദ ബ്ലാങ്ക് ടു എന്ത് ചെയ്യുന്നു, ടു സോൾവ് ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ബ്ലാങ്ക് ഉണ്ടാവും സ്പേസ്, അവിടെ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് കംപ്ലീഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ഈസ് എ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. പിന്നെയോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് മറ്റൊന്ന്. മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുമ്പോൾ എന്താ, രണ്ടോ അതിലധികമോ വരുന്ന ചോയ്സുകൾ, ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസുകൾ ഉൾക്കൊണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീ വാട്ടർ ഈസ് എ മിക്സ്ചർ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഇൻ ഗ്യാസ്, ഗ്യാസ് ഇൻ ലിക്വിഡ്. ഇങ്ങനെ എന്ത് ചെയ്യാം, 4 ഓപ്ഷനുകൾ തരും. അതിൽ നിന്ന് ശരിയായ ഉത്തരം എന്ത് ചെയ്യുക, കണ്ടെത്തുവാനായിട്ട് എന്ത് ചെയ്യും, നമുക്ക് വരും. അപ്പോൾ ലിക്വിഡ് ആൻഡ് ലിക്വിഡ് എന്നുള്ള ആൻസറാണ് നമുക്ക് വരും. സോ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ ചോയ്സുകൾ, ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് വരുന്നതാണ്. അതിൽ നിന്ന് എന്ത് ചെയ്യണം, നമുക്ക് ആൾട്ടർനേറ്റീവ്സ് കിട്ടും. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് മൾട്ടിപ്പിൾ ചോയ്സ് ഐറ്റംസ്. മൂന്നാമത്തേതാണ് മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ഗിവൺ in one column and a word or phrase associate as answer to the questions are given in another column. ഇവിടെ 2 കോളത്തിലായിട്ട് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉണ്ടാവും. അതിനെന്ത് ചെയ്യണം, നമ്മൾ പരസ്പരം ശരിയായിട്ട് മാച്ച് ചെയ്യുന്നതാണ് ഇത് മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്നറിയുന്നത്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെയോ ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ്. In this item, students is asked to read a statement and say whether it is true or false. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കുട്ടികളോട് പറയുന്നതാണ് ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത് ഫൈൻഡിങ് ആൻ ഓഡ് വേർഡ് ഓർ എറർ റെക്കഗ്നിഷൻ. ഓക്കെ, തെറ്റായിട്ടുള്ള ഒന്നിനെ കണ്ടെത്തുക അല്ലെങ്കിൽ ഒറ്റപ്പെട്ട വാക്കിനെ കണ്ടെത്തുക എന്നുള്ളത്, ഒറ്റപ്പെട്ടതിനെ കണ്ടെത്തുക, അതാണ് ഫൈൻഡിങ് ആൻഡ് ഓഡ് വേർഡ് ക്വസ്റ്റ്യൻ. അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെയോ അസേർഷൻ ആൻഡ് റീസണിങ്, നോട്ട് അസോസിയേഷൻ, അസേർഷൻ ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻ. അസേർഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് and reason is an explanation of the statement. Students have to read both the sentences and find it both are correct and the reason is good enough to explain the assertion statement. എന്ത് ചെയ്യും, ഒരു അസേർഷനും ഒരു റീസണും നൽകും. ഓക്കെ, എന്നിട്ട് അസേർഷൻ്റെ റീസൺ തന്നെയാണോ അത് എന്ന് ചോദിക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, 4 ഓപ്ഷനുകൾ തരും. ബോത്ത് അസേർഷൻ ആൻഡ് റീസണിങ് ഈസ് കറക്റ്റ്, ബോത്ത് അസേർഷൻ ആൻഡ് ഈസ് നോട്ട് ഈസ് കറക്റ്റ്. അതായത് അസേർഷൻ എക്സ്പ്ലനേഷൻ്റെ തുല്യമല്ല, റീസണിങ്ങിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല, അങ്ങനെയൊക്കെ. അസേർഷൻ ഈസ് ഫാൾസ് ആൻഡ് എന്താ പറയുക, റീസണിങ് ട്രൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓപ്ഷനുകൾ തരാം. അതാണ് അസേർഷൻ ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ്. ദീസ് ആർ ദി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ബെറ്റർ കവറേജ് ഓഫ് കണ്ടൻറ്റ്. ഒരു കൂട്ടം കണ്ടൻറ്റുകളെ എളുപ്പത്തിൽ എന്ത് ചെയ്യുക, കവർ ചെയ്യുവാൻ എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കവർ ചെയ്യുവാൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ സഹായിക്കും. പിന്നെയോ ചാൻസ് ടു ഗെറ്റ് മോർ മാർക്ക് ഇൻ ലെസ് ടൈം. കുറഞ്ഞ സമയത്തിനുള്ള എന്ത് ചെയ്യുക, കൂടുതൽ മാർക്ക് നേടാൻ എന്ത് ചെയ്യും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സഹായിക്കും. പിന്നെയോ മോർ റിലയബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പിന്നെയോ ക്ലിയർലി സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് ആണ്. പിന്നെയോ മെഷർ പീപ്പിൾസ് നോളജ്, ലോജിക്കൽ തിങ്കിങ് ആൻഡ് അനാലിസിസ് ഓഫ് ഐഡിയാസ്. എന്ത് ചെയ്യുന്നു, കുട്ടികളുടെ നോളജ്, ലോജിക്കൽ തിങ്കിങ്, അതുപോലെ എന്ത് ചെയ്യുന്നു, അനാലിസിസ് ഓഫ് ഐഡിയാസ്, ഈ സ്കില്ലുകളെയൊക്കെ മെഷർ ചെയ്യാൻ സാധിക്കുന്നു. ഈസി ടു ഇവാലുവേറ്റ്, എളുപ്പത്തിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് വെരി കോംപ്രഹെൻസീവ്, ഇത് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒന്നാണ് ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യന്. അതുപോലെ ദിസ് ക്യാൻ ഇവാലുവേറ്റ് വിത്ത് ഇലക്ട്രോണിക് മെഷീൻസ് ടു. ഇലക്ട്രോണിക് മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടും എന്ത് ചെയ്യാം, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നെ
ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ലിമിറ്റേഷൻസ് എന്തെല്ലാമാണ്, പരിമിതികൾ എന്തെല്ലാമാണ്, പോരായ്മകൾ എന്തെല്ലാമാണ്. ഒന്നാണ്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രിപ്പയർ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഐറ്റംസ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഐറ്റം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ജോലിയാണ്. സ്റ്റുഡൻസ് ആസ് ടു ലൂസ് ഫുൾ മാർക്ക് ഫോർ റോങ് ആൻസർ. തെറ്റായ ഉത്തരമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതുന്നതെങ്കിൽ മുഴുവൻ മാർക്കും എന്ത് ചെയ്യും, കുട്ടികൾക്ക് നഷ്ടപ്പെടും. മാത്രമല്ല ഹൈ പ്രിൻറ്റിംഗ് കോസ്റ്റ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മുഴുവനും ഉള്ളതെങ്കിൽ എന്ത് ചെയ്യും, പ്രിൻറ്റിംഗ് കോസ്റ്റ് കൂടും. പിന്നെയോ ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ് സ്റ്റുഡൻസ് ലാംഗ്വേജ് എബിലിറ്റി. കുട്ടികളുടെ ലാംഗ്വേജ് എബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് എന്ത് ചെയ്യുന്നില്ല, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ സഹായിക്കുന്നില്ല. പിന്നെയോ ഇറ്റ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം ഓഫ് ഗസ്സിങ്. ഇവിടെ ഗസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഉത്തരം എഴുതുവാനുള്ള അത്തരത്തിലുള്ളൊരു പ്രോബ്ലം എന്ത് ചെയ്യാം, ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടൻറ് നോളജിന് മാത്രമാണ് എന്നുള്ളതുമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ ലിമിറ്റേഷൻസ്, പോരായ്മകൾ, പരിമിതികളിൽ പറയുന്നത്. അടുത്തതാണ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ വിച്ച് ക്യാൻ ബി ആൻസേർഡ് ഇൻ ലെസ് ദാൻ 4 lines മേ ബി കോൾഡ് ആസ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. 4 വരിയിൽ എന്ത് ചെയ്യുക, കുറയാതെ ഉത്തരം എഴുതാൻ പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൻ്റെ അഡ്വാൻറ്റേജസ് ആണെന്ത്, ഗീവ്സ് ട്രെയിനിങ് ടു ദ സ്റ്റുഡൻസ് ടു പ്രസൻറ്റ് ദ സബ്ജക്റ്റ് മാറ്റർ ഇൻ എ കൺസൈസ് മാനർ. വളരെ ചുരുക്കത്തിൽ എന്ത് ചെയ്യുക, ഒരു ആശയത്തെ, ഒരു സബ്ജക്റ്റിനെ പ്രസൻറ്റ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുവാൻ ഈ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിലൂടെ സാധിക്കുന്നു. മാത്രമല്ല സ്കോറിംഗ് റിലയബിൾ ആണ്, വളരെ ഒബ്ജക്റ്റീവാണ്. പിന്നെയോ സ്റ്റുഡൻസ് ഗിവ് ഓൺലി പ്രിസൈസ് ആൻസർ വിത്തൗട്ട് എനി ബ്ലഫിങ്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, കുട്ടികൾ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് എന്ത് ചെയ്യുക, ഈ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാൻ നിൽക്കുന്നത്. അല്ലാതെ ബ്ലഫിംഗ് ഒന്നും അവർ എഴുതി പെരുപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ദീസ് ക്വസ്റ്റ്യൻസ് കവർ ദ എൻറ്റയർ സിലബസ് ഡീപ്ലി. എന്ത് ചെയ്യുന്നു, മുഴുവൻ സിലബസും വളരെ ആഴത്തിൽ എന്ത് ചെയ്യുക, കവർ ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അടുത്തതാണ് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദീസ് ആർ മോർ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ല, മറിച്ച് എന്താണ്, സബ്ജക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് മോർ യൂസ്ഫുൾ ഇൻ മെഷറിംഗ് സ്പെസിഫിക് ലേണിംഗ് ഔട്ട്കം. സ്പെസിഫിക് ആയിട്ടുള്ള ലേണിംഗ് ഔട്ട്കംസ് മെഷർ ചെയ്യുന്നതിന് എന്ത് ചെയ്യാം, ഈ പറയുന്ന പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. ഇൻ എ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ദ ആൻസർ ഷുഡ് നോട്ട് എക്സീഡ് മോർ ദാൻ 100 വേർഡ്. 100 വാക്കിൽ കവിയാതെ ഉത്തരം എഴുതുകയാണെങ്കിൽ അതാണ് എന്ത്, ഈ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നറിയപ്പെടുന്നത്. അത് സബ്ജക്റ്റീവ് ആണെന്നുള്ളത് ഓർത്തു വെക്കുക. അടുത്തതാണ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ. essay type question. Essay type question is a question for which student has to give return response up to the several paragraph or several pages. കുറച്ച് പാരഗ്രാഫോ അല്ലെങ്കിൽ കൂടുതൽ പേജസിലോ ആയിട്ട് റെസ്പോൺസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇവിടെ ലോജിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ റീസണിങ്, സിസ്റ്റമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എക്സെട്ര ഷുഡ് ബി ഇവാലുവേറ്റഡ് ഇൻ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിലൂടെ എന്ത് ചെയ്യാം, ഒരു ടീച്ചർക്ക് കുട്ടികളുടെ ലോജിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ റീസണിങ്, സിസ്റ്റമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യുന്നത്, അതിനെയൊക്കെ എന്ത് ചെയ്യാം, അളക്കുവാൻ, ആ സ്കില്ലിനെയൊക്കെ എന്ത് ചെയ്യാം, മനസ്സിലാക്കുവാൻ, ഇവാലുവേറ്റ് ചെയ്യുവാൻ എന്ത് ചെയ്യാം, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കാം. ഓക്കെ. പിന്നെ പർപ്പസ് ഓഫ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ പർപ്പസ് എന്താണ്, ഉപയോഗം എന്താണ് എന്നാണ് പറയുന്നത്. പവർ ഓഫ് സെലക്റ്റീവ് റീകോൾ ഇൻഫർമേഷൻ. സെലക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസിനെ റീകോൾ ചെയ്യുവാനുള്ളൊരു കഴിവ് എസ്സേ ക്വസ്റ്റ്യൻസിനുണ്ട്. പിന്നെയോ കപ്പാസിറ്റി ഓഫ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. എന്ത് ചെയ്യുന്നു, കമ്പാരിസ് ചെയ്യാനും കോൺട്രാസ്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു, എസ്സേ ടൈപ്പിലൂടെ വളരുന്നു. പിന്നെയോ എബിലിറ്റി ഓഫ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ഡിഫറെൻറ്റ് കൺസെപ്റ്റ്. വ്യത്യസ്തമായ ആശയങ്ങൾ തമ്മിലുള്ള കൺസെപ്റ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ സഹായിക്കുന്നു. പിന്നെയോ പവർ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് അപ്ലിക്കേഷൻ. എന്ത് ചെയ്യുന്നു, ഇൻ്റർപ്രിറ്റ് ചെയ്യുവാനും അതുപോലെ അപ്ലിക്കേഷൻ ചെയ്യുവാനും, ഒരു കാര്യത്തെ, ഒരു കണ്ടൻറ്റിനെ ഒരു ഏരിയയിൽ, ഒരു സബ്ജക്റ്റിൽ, ഒരു സർക്കംസ്റ്റാൻസിൽ അപ്ലൈ ചെയ്യുവാനും എന്ത് ചെയ്യുന്നു, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ സഹായിക്കുന്നു. എബിലിറ്റി ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുവാൻ സഹായിക്കുന്നു. എബിലിറ്റി ഓഫ് പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുവാനും എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നുണ്ട്. അതിനുള്ള കഴിവും എസ്സേ ക്വസ്റ്റ്യൻസിന് ഉണ്ട്. ഓക്കെ. ഇവയൊക്കെയാണ് ഇത് പ്രധാനപ്പെട്ട എസ്സേ ടൈപ്പിൻ്റെ പർപ്പസുകൾ എന്ന് പറയുമ്പോൾ അതിൽ എന്ത് ചെയ്യേണ്ടത്, ഓർത്തു വയ്ക്കേണ്ടത്.